വീട്ടിൽ നിന്ന് കപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കപ്പ മൂക്കാത്ത കപ്പയായതുകൊണ്ട് അത് കഴിക്കാൻ വലിയ ടേസ്റ്റില്ലെന്ന് പറഞ്ഞത് കാരണം അതിനെ പാൽക്കപ്പയാക്കി മാറ്റാൻ പോവുകയാണ്. കുറച്ച് ചെറിയ ഉള്ളി തന്നെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് വറവിനിടാനുള്ളതാണ്. കൂടെ വറ്റൽമുളക്, കറിവേപ്പില. കപ്പയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കപ്പ ഒരുമാതിരി പാലുമായിട്ട് യോജിക്കാത്ത രീതിക്കാണുള്ളത്. അപ്പോൾ കുറച്ച് പാലധികം ഒഴിച്ചിട്ട് അതിനൊന്ന് ജോയിൻ്റ് ആക്കി എടുക്കണം. അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും വറവുണ്ടാക്കാം. നമുക്ക് എണ്ണയിലേക്ക് കടുക് പൊട്ടിക്കുക. അടുത്ത കടുകിലേക്ക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ഉള്ളി ഇടുക. ചെറിയ ഉള്ളി ഒന്ന് മിക്സാക്കി കുറച്ചൊന്ന് ഡ്രൈ ആയി വരണം. തീരെ ഉണങ്ങാൻ നിൽക്കണ്ട. കുറച്ചൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കണം. കറിവേപ്പിലയും ഉള്ളിയും കുറച്ചൊന്ന് വാടി റെഡിയായി വരുമ്പം വറ്റൽമുളക് ഇടുന്നു. വറ്റൽമുളകിട്ട് നന്നായിട്ടാവുന്ന ഉള്ളി ഒന്ന് ഡ്രൈ ആയി നമ്മൾ ഈ ബിരിയാണിയിലൊക്കെ മേലെ ഇടുന്ന പരുവത്തിലായി വരും. ഇങ്ങനെ കറുത്ത് കളറ് മാറി വരും. ആ ടൈമിന് എടുക്കുക. അപ്പോഴേക്കും കപ്പ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് മൊത്തം വറവും തട്ടി കൊടുക്കുക, മിക്സാക്കുക, എടുക്കുക, കഴിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം അടുപ്പിൽ നിന്ന് വാങ്ങി മൂടി വെക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരും. ഇപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അത് കുറച്ചുകൂടി തിക്കാവും. അപ്പോൾ ഓക്കെ.